ചില സിനിമകൾ അങ്ങനെയാണ്. കാലമെത്ര കഴിഞ്ഞാലും ഓർമ്മകളിലും ജനപ്രീതിയിലും യാതൊരു കോട്ടവും വരില്ല. അത്തരത്തിലൊരു സിനിമയാണ് 2014 ലാൽ ജോസിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ വിക്രമാദിത്യൻ. ഇന്നും മിനി സ്ക്രീനിൽ അടക്കം ആവർത്തിച്ച് കാണുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഉണ്ണി മുകുന്ദൻ ദുൽഖർ സൽമാൻ കോംബോ കാണാൻ വേണ്ടി മാത്രം. വിക്രമാദിത്യന് രണ്ടാം ഭാഗം വരുന്നുവെന്ന വാർത്ത 2021 പുറത്തു വന്നത്. ലാൽ ജോസ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ ഇപ്പോഴിതാ സിനിമയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് പങ്കുവയ്ക്കുകയാണ് സംവിധായകൻ. വിക്രമാദിത്യൻ രണ്ടാം ഭാഗത്തിന്റെ പണികൾ നടന്നു വരുന്നു. ഓൺലൈൻ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. നിലവിൽ KN പ്രശാന്തിന്റെ പൊനം എന്ന നോവൽ സിനിമയാക്കാനുള്ള പരിപാടിയിലാണ്. ആ ചിത്രത്തിൽ ഫഹദ് ഉണ്ട്. മറ്റുള്ളവർ കൺഫേം ആയിട്ടില്ലെന്നുമാണ് ലാൽ ജോസ് പറയുന്നത്. ഫീൽ ഗുഡ് ജേണറിൽ റിലീസ് ചെയ്ത ചിത്രമായിരുന്നു വിക്രമാദിത്യൻ. ഉണ്ണി മുകുന്ദൻ, ദുൽഖർ സൽമാൻ എന്നിവരെ കൂടാതെ അനൂപ് മേനോൻ, ലേന സന്തോഷ്, കീഴാറ്റൂർ, ജോയി, മാത്യു തുടങ്ങിയവരും നിവിൻ പോളി അതിഥി വേഷത്തിലും എത്തിയിരുന്നു. രണ്ടാം ഭാഗത്തിൽ നിവിൻ ഉണ്ടാകുമോ എന്ന് പറയാനാകില്ലെന്നും ആദ്യ ഭാഗത്തെ പോലെ തുല്യ പ്രാധാന്യമാണ് ദുൽഖറിനും ഉണ്ണി മുകുന്ദനുമെന്നും നേരത്തെ ലാൽ ജോസ് പറഞ്ഞിരിക്കുന്നു. ഇവർക്ക് പുറമെ മറ്റൊരു നടൻ കൂടി സിനിമയിൽ ഉണ്ടാകുമെന്നും അത് പറയാറായിട്ടില്ലെന്നും ആ നടനോട് പോലും പറഞ്ഞിട്ടില്ലെന്നും ലാൽ ജോസ് പറയുന്നു. അതേസമയം ഗെറ്റ് സെറ്റ് ബേബി ആണ് ഉണ്ണി മുകുന്ദൻ്റെതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം. ലക്കി ഭാസ്കറാണ് ദുൽഖറിൻ്റെതായി തിയേറ്ററുകളിൽ എത്തിയത്. ഈ പടത്തിലെ പ്രകടനത്തിന് തെലങ്കാന സർക്കാരിൻ്റെ സ്പെഷ്യൽ ജൂറി പുരസ്കാരം ദുൽഖറിനെ തേടിയെത്തിയിരുന്നു. ഈ സിനിമ ഇന്നും മിനി സ്ക്രീനിൽ ആവർത്തിച്ച് കാണുന്നവരുമുണ്ട്. പ്രത്യേകിച്ച് ഉണ്ണി മുകുന്ദൻ ദുൽഖർ സൽമാൻ കോംബോ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. രണ്ടുപേർക്കും വ്യത്യസ്തമായ അഭിനയ മികവ് കൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങളിൽ കൂടുകൂട്ടിയവരാണ് രണ്ടുപേരും. താര പിൻഗാമിയായാണ് ദുൽഖർ. എന്നാൽ അത്തരത്തിലുള്ള യാതൊരു സപ്പോർട്ടും ഇല്ലാതെ അഭിനയ മികവ് കൊണ്ട് മാത്രം കടന്നു വന്ന ഒരാളാണ് ഉണ്ണി. അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ ചില ചിത്രങ്ങൾ 100 കോടി ക്ലബിൽ വരെ സ്ഥാനം പിടിച്ചിരുന്നു. എന്നാൽ പിന്നാലെ പാവത്തിനെ തകർക്കുന്ന രീതിയിലുള്ള വാർത്തകളും പരാതികളും ഒക്കെ വരുന്നുമുണ്ട്. സത്യമാണോ എന്നറിയില്ല. എന്തായാലും ഇതിൻ്റെ രണ്ടാം ഭാഗത്തിനായി പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്.